ഈ ഏരിയ മുഴുവൻ ലാറ്ററൈറ്റ് കലർന്ന മണ്ണാണുള്ളത്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഒറീസ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഇത്തരം മണ്ണ് തന്നെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഇടകൃഷി ഒന്നും ചെയ്യാറുതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വാഴ നടാമായിരുന്നു, മരച്ചീനി നടാമായിരുന്നു, മറ്റു പച്ചക്കറികൾ നടാമായിരുന്നു. എല്ലാറ്റിനും പറ്റിയ മണ്ണാണിത്. ഏത് സമയത്തും നടാവുന്ന ഒന്നാണല്ലോ വെണ്ട. 5 ദിവസം കൊണ്ട് മുളക്കില്ലേ, വളരെ പെട്ടെന്ന് കായ്ക്കില്ലേ. എന്തുകൊണ്ട് വെണ്ട നട്ടില്ല? ഓട്ടെ, ചീര നടാമായിരുന്നല്ലോ. അതിന് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ? വീട്ടിലാളില്ലേ, നാട്ടിൽ പണിക്കാരില്ലേ? കണ്ണാറ ലോക്കൽ എന്ന് പറയുന്ന ഒരിനം ചീരയാണ് നടേണ്ടത്. നമ്മളെപ്പോഴും മണ്ണിന് ജോലി കൊടുക്കണം. മണ്ണ് പരിശോധന പൂർണ്ണമായിട്ടില്ല. മാമ്പഴമാണ്. എന്തുകൊണ്ട് ഈ മാമ്പഴം നമുക്ക് ഇവിടെ കൃഷി ചെയ്തുകൂടാ? ഓയ്യോ, 1.5 ഏക്കർ സ്ഥലത്ത് എല്ലാം കൂടി പറ്റുമോ? പറ്റണം, പറ്റിക്കണം. നല്ല മധുരം. വരൂ, മണ്ണ് പരിശോധന തുടരാം. ഏതായാലും പുതിയ തെങ്ങിൻ തൈ നട്ടേ പറ്റൂ. ബാലരാമപുരത്തും കുറ്റ്യാടിയിലും ഞാൻ നോക്കാം. വിത്ത് തേങ്ങ അട്ടത്ത് വെച്ചിട്ടുണ്ടാ? അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ. പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും, അത് നട്ടാ മതി. ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി ഞാൻ കയ്യിൽ തരാം. മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത്. വരട്ടെ.